നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ്ടും കർത്താവേ ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും സാഷ്ടാംഗം പ്രണമിക്കുന്നു. കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ മുറ്റുമായിട്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ നിറച്ചാട്ടെ. യേശുവിനെ ഹൃദയത്തിൽ കാണുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നായകനെ പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിലേക്ക് ഞാൻ നോക്കുവാന് കർത്താവെ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവെ, ഞങ്ങളെ കർത്താവെ വെളിപാട് പുസ്തകത്തിലെ കർത്താവെ അതിന്റെ ഓരോരോ വചനങ്ങളിലേക്ക് ഞങ്ങള് കർത്താവെ ചിന്തിക്കുമ്പോൾ, ഭാവിയിൽ ഇനി നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ അത് കാര്യങ്ങൾ ഗ്രഹിപ്പാനും കർത്താവെ അതെല്ലാം മുന്നിൽ കണ്ട് ഞങ്ങളെ തന്നെ കർത്താവിന്റെ വരവേറ്റു അടുത്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കർത്താവെ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ആത്മമണവാളനായിട്ട് ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ വചനത്താൽ പോഷിപ്പിച്ച് ഞങ്ങളെ കർത്താവെ യേശുവിനെ പോലെ അധികം കർത്താവിനെ പോലെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനൊത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് വെളിപാട് പുസ്തകം 19 അധ്യായത്തിലേക്ക് തിരിയാം. വെളിപാട് പുസ്തകം 19 അധ്യായം നമ്മള് വാക്യപ്രതിവാക്യമായിട്ട് വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 16 വാക്യം വരെ നമ്മൾ കണ്ടായിരുന്നു. നമുക്കറിയാം വെളിപാട് പുസ്തകം അത് മൊത്തം 22 അധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അധ്യായങ്ങളൊക്കെ പിന്നീട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം അധ്യായങ്ങളായിട്ടൊക്കെ തിരിക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ അത് പത്മോസ് ദ്വീപിൽ വെച്ച് AD 95-96 കാലയളവിലൊക്കെ എഴുതുമ്പോൾ അതൊരു ഒറ്റ പുസ്തകമായിട്ട് ഒരു ലോങ് ലെറ്റർ ആയിട്ടുള്ള ഒരു ലോങ് പ്രോഫസി, ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രവചന പുസ്തകമായിട്ട് എഴുതിയത്. പിന്നീട് റെഫറൻസസിനായിട്ടാണ് നമ്മൾ പിന്നീട് അധ്യായങ്ങളും വേഴ്സസുമായിട്ടുള്ള ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തില് അവിടെ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന്റെ ഒരു ദർശനം കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാല് മധ്യധരണ്യാഴി എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാല് യൂറോപ്പിന്റെ ഏഷ്യയിലും, നമ്മള് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മള് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്. അപ്പോൾ ഏഷ്യയുടെയും യൂറോപ്പിലൊക്കെയാണ് ബ്രിട്ടനും എല്ലാം ഉള്ളത്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ, ജർമ്മനി അല്ല. അപ്പൊ യൂറോപ്പിന്റെ ഏഷ്യയുടെ ഒക്കെ ഇടയിലുള്ള ആ മെഡിറ്ററേനിയൻ സീയുടെ ഒരു ഇലോങ്ങേറ്റഡ് എംബേയ്മെന്റ് ആണ് ഏജിയൻ കടൽ അല്ലെങ്കിൽ ഏജിയൻ സീ. അവിടെയുള്ള ഒരു ബാരൻ റോക്കി ഐലൻഡ്, ഊഷരമായിട്ടുള്ള ഒരു പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു പത്മോസ് ദ്വീപിൽ. പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാന് കർത്താവിന് വേണ്ടി സാക്ഷ്യം നിന്നതുകൊണ്ട് യോഹന്നാൻ നാടുകടത്തപ്പെട്ടു. അവിടെ ആയിരുന്നപ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്തൃ ദിവസത്തില് യേശുവിന്റെ ഒരു ദർശനം കാണുന്ന ഒരു കാര്യം നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന, ഇന്നത്തെ തുർക്കി പ്രദേശത്ത് അന്നത്തെ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകൾക്ക് എഴുതുന്ന ദൂതുകൾ നമ്മൾ 2-3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തില് യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ കാണുന്നു. ആ സ്വർഗത്തിലേക്ക് ഉള്ള ഒരു തുറന്ന വാതിലും അവിടെ നിന്ന് കർത്താവിന്റെ സ്വരം ഇവിടെ കയറി വരിക, ആ ഒരു ഉന്നതത്തിലേക്ക് കയറി വരുവാനും ഉന്നതമായ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ കാണുവാനും ഉള്ള ഒരു വിളിയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ 4-ാം അധ്യായത്തില് പിതാവാം ദൈവത്തെ ദൂതന്മാര് രാപകൽ ആരാധിക്കുന്ന ആ ഒരു കാര്യം, പിതാവിനെ വീണുവണങ്ങി ആരാധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അതിന്റെ വെളിപാട് 4:10 നമ്മൾ വായിച്ചു. പിതാവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനെ ആരാധിക്കുന്ന രംഗമാണ് നമ്മൾ 5-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. പിതാവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനായ യേശു കർത്താവും ആരാധ്യനാണ്. അവിടുന്ന് സ്രഷ്ടാവാണ്, ത്രിയേക ദൈവമാണ്. അപ്പോ യേശുവിനെ ആരാധിക്കുന്നത് വെളിപാട് 5:8 നമ്മൾ വായിക്കുന്നു. യേശുവിന്റെ പിതാവിന്റെ കയ്യില് ഒരു മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. ആ മുദ്രയിടപ്പെട്ട പുസ്തകം ഞാൻ ഒരു രത്നച്ചുരുക്കമായിട്ട് ഇതുവരെ 19-ാം അധ്യായത്തിന്റെ 17-ലേക്ക് നമുക്കൊരു രത്നച്ചുരുക്കമായിട്ടൊരു ഓവറോൾ ബേർഡ്സ് ഐ വ്യൂ, പുതുതായിട്ടുള്ള സൗരങ്ങളൊക്കെ സ്പെഷ്യൽ ഉള്ളത് കൊണ്ടെല്ലാം പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ. അപ്പോൾ അവിടെ ആ മുദ്രയിടപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് പിതാവിന്റെ കയ്യിലുള്ള ഒരു മുദ്രയിടപ്പെട്ട പുസ്തകത്തെ കുറിച്ച് നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ മുദ്രയിടപ്പെട്ട പുസ്തകം അത് ഭൂമിയുടെ ഒരു ആധാരം എന്ന വണ്ണമുള്ള ഒരു പുസ്തകമായിട്ട് നമ്മൾ കാണുന്നത്. ഭൂമിയിൽ ഇനി പതിക്കാനിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച്
പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം എന്നാണ് നമ്മൾ അത് സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്നും യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള ആ ഒരു പുസ്തക ചുരുളിനോടുള്ള പല പ്രവചനങ്ങളുടെ ഒരു താരതമ്യം വെച്ച് നമ്മൾ അങ്ങനെ ഭൂമിയിൽ ഇനി വരുവാനിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ബൈൻഡ് ചെയ്തിരിക്കുന്ന പുസ്തകമല്ല, എന്നൊക്കെ പുസ്തക ചുരുളുകൾ സ്ക്രോളാണ്. അപ്പൊ അങ്ങനെ 7 മുദ്രകളുണ്ട്. ആ മുദ്രകൾ പൊട്ടിക്കാൻ ആർക്കും സാധിക്കുമെന്ന് ഇന്ന് അവിടെ ഒരു ചോദ്യം ഉയരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വെളിപാട് 5-ാം അധ്യായത്തില്. അപ്പോൾ ആർക്കും ആരെയും അതിന് യോഗ്യനായിട്ട് കാണായകൊണ്ട് യോഹന്നാൻ കരയുന്നതായിട്ടൊക്കെ നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കരയേണ്ട യേശു കർത്താവ് ഉണ്ട്. അവിടുന്ന് യഹൂദിയുടെ സിംഹമായിട്ടുള്ള ആ കർത്താവ്, ഇന്ന് അർക്കപ്പെട്ട കുഞ്ഞാടായിട്ടുള്ള കർത്താവ്. യഹൂദിയുടെ സിംഹത്തെ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അർക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാണ് കാണുന്നത്. അപ്പം ആ അർക്കപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവ് പിതാവിന്റെ കരങ്ങളിൽ നിന്ന് 7-ാമത്തെ വാക്യത്തിൽ ആ പുസ്തക ചുരുളെടുക്കുന്നതും അതിന്റെ ഓരോരോ മുദ്രയായിട്ട് പൊട്ടിക്കുന്നതും ടപ് 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 പറഞ്ഞ മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൽ ആ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അന്ത്യകാലത്ത്, അതായത് എതിർക്രിസ്തുവിന്റെ വെളിപ്പെടൽ മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എതിർക്രിസ്തു ഒരുപക്ഷെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, എന്ന എതിർക്രിസ്തു ഒരു ലോക ഭരണാധികാരിയായിട്ട് വെളിപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ വെളിപാട് 6-ാം അധ്യായത്തിന്റെ അതിന്റെ പ്രാരംഭവാക്യങ്ങളിൽ അതിന്റെ രണ്ടാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർക്രിസ്തു വെളിപ്പെടുന്നു, 2-ാമത്തെ മുദ്രയിൽ വലിയൊരു യുദ്ധം ഉണ്ടാകുന്നു, 3-ാമത്തെ മുദ്രയിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു, 4-ാമത്തെ മുദ്രയിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് മരണങ്ങൾ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദ എർത്ത്, ഭൂമിയിൽ 4/1, കാലംശം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വെളിപാട് 6-8 ഭൂമിയിൽ 4/1 മരണത്തിന് അധീനരാകുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു മഹോപദ്രവത്തിന്റെ സൂചന, വലിയൊരു ഗ്രേറ്റ് ട്രിബുലേഷന്റെ സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഉപദ്രവം ദൈവമക്കളുടെ മേലെ, ദൈവസഭ ആ ഒരു മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരായിട്ടും ആ ഒരു ആ ഡ്രാഗൺ, ആ മഹാസർപ്പം യുദ്ധത്തിന് പുറപ്പെടുന്ന രംഗമൊക്കെ നമ്മൾ വെളിപാട് 19-12 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ മഹോപദ്രവം, 6-ാമത്തെ മുദ്രയിലാണ് കർത്താവിന്റെ 2-ാമത്തെ വരവ്. രണ്ടാമത്തെ വരവിനോടൊപ്പം തന്നെ കർത്താവിന്റെ ക്രോധാഗ്നി, കുഞ്ഞാടിന്റെ ക്രോധത്തെ കുറിച്ചുള്ള ഒരു സൂചനയും അതായത് 6-ാമത്തെ മുദ്രയിലുണ്ട്. അതിനുശേഷം 7-ാമത്തെ മുദ്രയിലാണ് കർത്താവിന്റെ 2-ാമത്തെ വരവ്. കർത്താവ് സഭയെ ചേർത്തതിന് ശേഷമാണ് ഭൂമിക്ക് മേലുള്ള വലിയ ന്യായവിധി ഒഴിക്കുന്നതായിട്ട്, അതിന്റെ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. 7-ാമത്തെ മുദ്രയെ കുറിച്ച് നമ്മൾ 8-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഒരു 7-ാം അധ്യായം ഉണ്ട്. ആ 7-ാം അധ്യായത്തില് ആ കർത്താവ് ആ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഭക്തരായ യഹൂദന്മാരെ, സഭയെ അങ്ങ് എടുക്കപ്പെട്ടു, ബാക്കിയുള്ള ഭൂമിയിൽ ഭക്തരായിട്ടുള്ള ശേഷിപ്പായിട്ടുള്ളൊരു 144,000 എന്നുള്ളൊരു ആലങ്കാരിക സംഖ്യ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്നും 1200 പേരെ വെച്ച് ആ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഓരോ ട്രൈബിൽ നിന്ന് 12,000, 1200 അല്ല, സോറി, 12,000 ഇൻറ്റു 12, 144,000. അപ്പൊ 144,000 പേര്, അങ്ങനെ 144,000 പേര് മുദ്രയിടുന്നതായിട്ട്. ആ മുദ്രയിടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോൾ ആ മുദ്രയിടപ്പെട്ടവരുടെ മേലെ ഈ ക്രോധകലശങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി. ആ ഒരു കാര്യം നമ്മൾ ആദ്യത്തെ വെളിപാട് 7-ന്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ വായിക്കുന്നു. അതിനുശേഷം 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന ആ മണവാളിനെ എതിരേൽക്കാനായിട്ട് മണവാട്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ്. നമ്മൾ മണവാളനാകുന്ന ക്രിസ്തുവിനെ എതിരേൽക്കാനായിട്ട് മണവാട്ടി തയ്യാറായി നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ 9 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരമൊക്കെ കർത്താവിനെ സ്തുതിക്കുന്ന രംഗമൊക്കെ നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. മഹോപദ്രവത്തിൽ നിന്ന് കയറി വന്നവരെന്നൊക്കെ അവരെ കുറിച്ച് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നതും, പിന്നെ നിത്യതയോളം തുടരുന്ന ഒരു കർത്താവിലുള്ള വലിയൊരു ആശ്വാസത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 16-17 വാക്യങ്ങളിലൊക്കെ, വെളിപാട് 7-ന്റെ 16-17 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത്. അതിനുശേഷം വെളിപാട് 8-ാം അധ്യായത്തിലാണ് 7-ാമത്തെ മുദ്ര. ആ 7-ാമത്തെ മുദ്രയിലാണ് 7 കാഹളങ്ങളുള്ള ആ 7-ാമത്തെ മുദ്ര. അപ്പൊ ആദ്യത്തെ 6 മുദ്രകൾ നമ്മൾ വെളിപാട് 6-ാം അധ്യായത്തിൽ വായിച്ചു. പിന്നെ 7-ാമത്തെ മുദ്രയിലാണ്, അപ്പൊ 6-ാമത്തെ മുദ്രയിൽ കർത്താവിന്റെ 2-ാമത്തെ വരവ്, 5-ാമത്തെ മുദ്രയിൽ മഹോപദ്രവം. കർത്താവിന്റെ 2-ാമത്തെ വരവിന് മുമ്പേ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നു. മഹോപദ്രവം എന്ന് പറയുന്നത് സാത്താന്റെ ക്രോധം, എതിർ ക്രിസ്തുവിലൂടെ സഭയ്ക്ക് മേലെ ഉള്ള ക്രോധമാണ് മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ. അത് സഭ കടന്നു പോകുന്നു നമ്മൾ വചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നത്. ഇന്ന് അതിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പിലുകളൊക്കെ പലതും ക്രിസ്ത്യ ലോകത്തുണ്ടെങ്കിലും. അതിനുശേഷം മഹോപദ്രവം, അത് 5-ാമത്തെ മുദ്ര കഴിഞ്ഞ് മഹോപദ്രവം 5-ാമത്തെ മുദ്ര, പിന്നെ 6-ാമത്തെ മുദ്രയിൽ കർത്താവിന്റെ 2-ാമത്തെ വരവ്, 6-ാമത്തെ മുദ്രയും കഴിഞ്ഞ്
കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ സഭ ചേർക്കപ്പെടുന്നു. സഭ ചേർക്കപ്പെട്ടതിന് ശേഷമാണ് 7ാമത്തെ മുദ്രയിലാണ് ഈ ഭൂമിക്ക് മേലുള്ള ക്രോധകലശങ്ങളെല്ലാം ഒഴിക്കപ്പെടുന്ന ഒരു കാര്യം. അതിൽ ക്രോധകലശങ്ങളിൽ നിന്നാണ് വെളിപാട് 16ാം അധ്യായത്തിൽ അതിൽ വായിക്കുന്നതെങ്കിൽ അവിടെ ഒരു 7 കാഹളങ്ങളുടെ കാര്യമാണ് വെളിപാട് 8ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ആ 7 കാഹളങ്ങളിൽ 4 കാഹളങ്ങളെ കുറിച്ച് നമ്മൾ വെളിപാട് 8ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അത് ഭൂമിമേലും ജലാശയങ്ങളുടെ മേലും ഒക്കെയുള്ള ന്യായവിധിയെക്കുറിച്ചൊക്കെ, സൂര്യന്റെ മേലും ജലാശയങ്ങളുടെ മേലും ഒക്കെയുള്ള ന്യായവിധിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ വെളിപാട് 8ാം അധ്യായത്തിൽ വായിക്കുന്നു. എന്നിട്ട് വെളിപാട് 9ാം അധ്യായത്തിലാണ് 5ാമത്തെയും 6ാമത്തെയും കാഹളത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 5ാമത്തെയും 6ാമത്തെയും കാഹളങ്ങൾ വെളിപാട് 9ാം അധ്യായത്തിൽ. പിന്നെ 7ാമത്തെ കാഹളത്തെങ്കിലാണ് കർത്താവ് രാജ്യത്തെ ഏറ്റെടുക്കുന്നത്. അത് നമ്മൾ വെളിപാട് 11ന്റെ 15ാമത്തെ വാക്യം നമ്മൾ കണ്ടതുപോലെ വെളിപാട് പുസ്തകം ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു കാലാനുക്രമമായിട്ട് അങ്ങനെ എഴുതിയപ്പെട്ട ഒരു പുസ്തകമല്ല. ഒരു ഓവറോൾ പിക്ചർ നൽകിയിട്ട് ഒരു വിഹക വീക്ഷണം അല്ലെങ്കിൽ ഒരു ബേർഡ്സ് ഐ വ്യൂ മാതിരി ഒരു ഓവറോൾ പിക്ചർ നൽകിയിട്ട് പിന്നീട് അതിന്റെ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ചില ഡീറ്റെയിൽസ് പിന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ പിന്നെ ഒരു ഓവറോൾ പിക്ചർ, പിന്നെയും കുറച്ച് അതിന്റെ ആ ചില സ്പെസിഫിക് ഡീറ്റെയിൽസ് ആഡപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം വെളിപാട് 9ാം അധ്യായത്തിൽ നമ്മൾ 6ാമത്തെ കാഹളം വരെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും 7ാമത്തെ കാഹളം വെളിപാട് 11ന്റെ 15ാമത്തെ വാക്യത്തിൽ അവിടാണ് കർത്താവ് സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന, കർത്താവിന്റെ രാജ്യത്ത് ഏറ്റെടുത്ത സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന ഒരു രംഗം. അവിടാണ് ദൈവമക്കൾക്കുള്ള പ്രതിഫലം കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 11ാം അധ്യായത്തിന്റെ 17, 18 വാക്യങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ 7ാമത്തെ കാഹളത്തിന്റെ കാര്യം. എന്നാൽ 10ാം അധ്യായത്തിൽ അതിന്റെ മുമ്പ് ഉള്ള ഒരു പാരന്തസിസ് മാതിരി 10ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, ഈ 7 മുദ്രകളും തുറക്കപ്പെട്ട ഒരു പുസ്തകം ആണ് നമ്മളവിടെ 10ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പൊ ആ പുസ്തകം യോഹന്നാനോട് ഭക്ഷിക്കാൻ കൽപ്പിക്കുന്നതും യോഹന്നാൻ അത് ഭക്ഷിച്ച് വീണ്ടും പ്രവചിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ 11ാം അധ്യായം മുതൽ വായിക്കുന്നത്. അപ്പം 11ാം അധ്യായത്തിൽ ആദ്യം ഒരു 2 സാക്ഷികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം സഭയെ ഒരുക്കുവാനായിട്ടും വെല്ലുവിളിക്കുവാനായിട്ടും ദൈവം 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്ന രംഗമാണ് വെളിപാട് 11ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം ആണ് നമ്മൾ 7ാമത്തെ കാഹളത്തെ കുറിച്ച്, കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന ആ കാഹളത്തെ കുറിച്ച് നമ്മൾ 15ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. പിന്നെ 12ാം അധ്യായത്തില് ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ആ ഇസ്രായേലിന്റെ സന്തതിയായിട്ടുള്ള ക്രിസ്തുവിനെ ഒടുക്കി കളയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സാത്താനെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സാത്താന് സ്വർഗത്തിൽ നിന്ന് തള്ളിയിടപ്പെടുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 2ാം സ്വർഗത്തിൽ നിന്ന് സാത്താനായപ്പോ, അതായത് പ്രധാന ദൂതനായിരുന്നവൻ സാത്താനായപ്പോ 3ാം സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടു. ഇനിയിപ്പോ അവനിപ്പോ 2ാം സ്വർഗത്തിൽ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചമാകുന്ന 1ാം സ്വർഗമുണ്ട്, പർദീസയാകുന്ന 3ാം സ്വർഗമുണ്ട്. ആ 3ാം സ്വർഗത്തിൽ നിന്ന് അവൻ തള്ളപ്പെട്ട് 2ാം സ്വർഗത്തിലെത്തി. ആ 1ാം സ്വർഗത്തിന്റെയും 3ാം സ്വർഗത്തിന്റെയും ഇടയ്ക്ക് 2ാം സ്വർഗത്തിൽ അവനുണ്ട്. ആ 2ാം സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട് അവൻ ഭൂമിയിലേക്ക് നിബദിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വെളിപാട് പുസ്തകം 12ാം അധ്യായത്തില് അതവിടെ നമ്മൾ കാണുന്നത്. അതിന്റെ 9ാമത്തെ വാക്യത്തിലൊക്കെ അവൻ ഈ വഞ്ചിക്കുന്ന ഈ സാത്താൻ ലോകത്തെ ഭൂതലത്തെ മുഴുവൻ തിരിച്ചു കളയുന്ന ഈ പിശാചിനെ ഭൂമിയിലേക്ക് അങ്ങ് തള്ളിയിടുന്നു. അപ്പൊ ആ 3.5 വർഷക്കാലം അവന്റെ അണയാൻ പോകുന്ന തിരി ആളിക്കത്തുന്നു എന്ന് പറയുന്നത് പോലെ അവന്റെ വലിയ ഒരു ക്രോധത്തോടെ അവനായിരിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവന്റെ സമയം കുറച്ചേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ അതിന്റെ 12ാമത്തെ വാക്യത്തിൽ, വെളിപാട് 12ന്റെ 12 നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ 13ാം അധ്യായത്തിൽ നമ്മൾ 2 മൃഗങ്ങളെ കാണുന്നുണ്ട്. 1ാമത്തെ മൃഗമാണ് എതിർക്രിസ്തു, 2ാമത്തെ മൃഗമാണ് കള്ളപ്രവാചകൻ, ആന്റി ക്രൈസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫിറ്റ്. അപ്പോ എതിർക്രിസ്തു അവന് സമുദ്രത്തിൽ നിന്ന് വരുന്നതായിട്ട് കണ്ടതായിട്ട് അതിന്റെ 1ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. സമുദ്രം എന്ന് പറയുന്നത് ജാതികളെ കുറിക്കുന്നതായിട്ട്, നേഷൻസിനെ കുറിക്കുന്നതായിട്ട് നമ്മൾ വെളിപാട് 17ന്റെ 15 നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ എതിർക്രിസ്തു ഒരു യഹൂദനല്ലാത്ത ജാതീയനായ ഒരു മനുഷ്യനായിരിക്കും എന്നുള്ളൊരു കാര്യം, അതിന്റെ ഒരു സൂചന നമ്മളവിടെ കാണുന്നു. എന്നാൽ ഈ കള്ളപ്രവാചകൻ ഒരു യഹൂദനായിരിക്കാനാണ് സാധ്യത എന്ന് നമ്മൾ 13ന്റെ 11ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവൻ 2ാമത്തെ മൃഗം അവൻ കരയിൽ നിന്ന് വരുന്നതായിട്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് കയറുന്നത് കണ്ടതായിട്ട് വെളിപാട് 13ാം അധ്യായത്തിന് 11ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ കള്ളപ്രവാചകൻ അവനൊരു യഹൂദനായ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കാനുള്ള സാധ്യത നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ മൃഗത്തിന്റെ മുദ്രയെ കുറിച്ചുമൊക്കെ 666ന്റെ കാര്യമൊക്കെ അതിന്റെ
അവസാനത്തെ വാക്യത്തില്, വെളിപാട് 13 അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ 14 അധ്യായത്തിൽ ഒരു 144,000 നമ്മൾ 7 അധ്യായത്തിൽ കണ്ട 144,000 അല്ല ഇത് 14 അധ്യായത്തിൽ 144,000. അത് കർത്താവ് പോകുന്നിടത്തൊക്കെയും പിൻപറ്റിയ കർത്താവിന്റെ ശിഷ്യഗണം, കർത്താവിന്റെ കാന്തയായി തീരുന്ന ജയാളികളായിട്ടുള്ള ഒരു ചെറിയ കൂട്ടത്തെയാണ് നമ്മൾ 144,000 എന്നുള്ള ഒരു ചെറിയൊരു അലങ്കാരിക സംഖ്യ നമ്മൾ 14 അധ്യായത്തിന് ആദ്യത്തെ 5 വാക്യങ്ങളിൽ കാണുന്നത്. അതിന്റെ വെളിപാട് പുസ്തകം 7 അധ്യായത്തിൽ 144,000 അവര് യഹൂദന്മാരുടെ ഗോത്രങ്ങളിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കുഞ്ഞാട് പോയിടത്തൊക്കെയും കുഞ്ഞാടിനെ ഭൂമിയിലും സ്വർഗത്തിലും അനുഗമിക്കുന്നവരായിട്ടുള്ളവരാണെന്ന നമ്മൾ അതിന്റെ വെളിപാട് 14 4 വാക്യത്തിലൊക്കെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 7 വാക്യം മുതൽ നമ്മളൊരു 3 അനൗൺസ്മെന്റ്സ്, 3 ദൂതന്മാർ വന്ന് 3 വാർണിങ്സ്, അവര് ചില മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ടും ദൈവത്തിന്റെ ക്രോധ ഒഴിക്കപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു അവസാനത്തെ അർമഗദോൻ യുദ്ധത്തിലേക്ക് മുമ്പായിട്ടുള്ള അവരുടെ മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നീട് അർമഗദോൻ യുദ്ധത്തിൽ ഉള്ള ഒരു രക്തപ്പുഴയെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 14 അവസാനം 20 വാക്യത്തിൽ വായിച്ചു. പിന്നെ 15 അധ്യായത്തില് അവിടെ ഈ 7 മുദ്രകളെ, 7 ക്രോധകലശങ്ങൾ 16 അധ്യായത്തില് ഒഴിക്കപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്വർഗത്തിലുള്ള ഒരു ദൈവത്തെ ജയാളികള് പളുങ്ക് കടലിന്റെ മീതെ നിന്ന് ആരാധിക്കുന്ന ഒരു രംഗമൊക്കെ, സ്തുതിച്ച് പാടി ആരാധിക്കുന്ന രംഗമൊക്കെ നമ്മളവിടെ വെളിപാട് 15 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വെളിപാട് 16 അധ്യായത്തിൽ ഈ 8, 9 അധ്യായങ്ങളിൽ നമ്മൾ വായിച്ച ആ കാഹളത്തിനോടനുബന്ധിക്കുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുന്ന രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. അത് വെളിപാട് 16 അധ്യായത്തിൽ നേരത്തെ സംഭവിച്ച 8, 9 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് 16 അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ആ 16 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ബാബിലോണിന്റെ മേലുള്ള ന്യായവിധിയെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ 7 ക്രോധകലശത്തിലെ ബാബിലോണിന്റെ ന്യായവിധി, ആ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് പിന്നെ നമ്മൾ വിശദമായിട്ട് 17, 18 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു. അപ്പം ബാബിലോണ് ഒരു മതവ്യവസ്ഥിതിയായിട്ട് നമ്മൾ 17 അധ്യായത്തിൽ കാണുന്നു. ഒരു വാണിജ്യ വ്യവസ്ഥിതിയായിട്ട് 18 അധ്യായത്തിൽ കാണുന്നു. എന്ന് പറഞ്ഞാൽ ബാബിലോൺ എന്ന് പറയുമ്പോൾ അതൊരു വ്യാജ ക്രിസ്തീയതയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പേര് പറഞ്ഞ് എന്ന ലോകത്തിന് പിന്നാലെ പോകുന്ന ഒരു വ്യാജമായിട്ടുള്ള ഒരു ക്രിസ്തീയത. അതിന്ന് ലോകത്ത് നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഈ വ്യാജ ക്രിസ്തീയത പടർന്നു പന്തലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാല് യേശുവിന് പേരെടുക്കുന്നു എന്ന പണവും മനുഷ്യമാനവും ജടിക സുഖങ്ങളുമാണ് അവരുടെ ലക്ഷ്യം. യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്ന് പറയുന്ന കൂട്ടരാ അവര്. അത് അവരുടെ മേലുള്ള ന്യായവിധിയാണ് നമ്മൾ വെളിപാട് 17, 18 അധ്യായങ്ങളിൽ ഒക്കെ വായിച്ചത്. അതിനുശേഷം പിന്നെ 19 അധ്യായത്തിൽ ആ ന്യായവിധിയെ കണ്ട് സ്വർഗത്തിലെ ഹല്ലേലൂയ, സ്വർഗത്തിലെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ടു ദി ലോർഡ് എന്ന് പറഞ്ഞ് അവരെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന കാര്യമൊക്കെ 19 അധ്യായത്തിൽ നമ്മൾ വായിച്ച് 19 അധ്യായത്തിലെ ആ ന്യായവിധിയെ കുറിച്ചൊക്കെ വായിച്ചിട്ട് 19 അധ്യായത്തിലെ ന്യായവിധിയെ കുറിച്ച് കേട്ട് അവര് ഹല്ലേലൂയ 3 പ്രാവശ്യം ഹല്ലേലൂയ പറയുന്നു. 4ാമത്തെ ഹല്ലേലൂയ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവ് രാജ്യത്തെ ഏറ്റെടുത്തിരിക്കുന്നു, കുഞ്ഞാടിന്റെ കാന്ത തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളവിടെ 7 വാക്യത്തിൽ, വെളിപാട് 19 7 വാക്യത്തിൽ വായിച്ച്. അപ്പൊ ആ കാന്തയുടെ മണവാട്ടി വസ്ത്രത്തെക്കുറിച്ചും അവളുടെ ഒരുക്കത്തെക്കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യവും നമ്മൾ അതിന്റെ 9 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം കാന്തയായിട്ട് നിത്യതയിൽ കർത്താവിന്റെ കാന്തയായി തീരുന്ന ജയാളികളുണ്ട്. എന്നാൽ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു, എന്നാൽ അവരങ്ങ് നരകത്തിലേക്ക് പോയില്ല. എന്നാൽ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന 60 മേനിയും 30 മേനിയും ഒക്കെ ഫലം കായ്ച്ച ആൾക്കാർ, 100 മേനി ഫലം കായ്ക്കുന്ന ആൾക്കാരെയാ ദൈവം കാന്തയായിട്ട് ചേർക്കുന്നത്. 100% കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവർ. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ രക്ഷയൊക്കെ വേണം എന്ന ലോകത്തിലും കൂടി ഒരു കണ്ണുള്ളവര് അങ്ങനെ അവര് 60% സമർപ്പണവും ഒരു 30% സമർപ്പണവും ഒക്കെ ഉള്ള 2 കാറ്റഗറീസിലുള്ള ആൾക്കാർ, അവരൊക്കെ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് അവർ വിശ്വാസത്തിൽ അവസാനം വരെ നിലനിന്ന, ഇനിയിപ്പം വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്ന വിശ്വാസത്യാഗത്തിൽ അവരും ടപ്പൊന്നും പറഞ്ഞ് കയ്യിലപ്പുറത്ത് തേങ്ങ മാതിരി അപ്പുറത്തോട്ട് വീണു പോകുന്നവരാണെങ്കിൽ അവര് അങ്ങ് നരകാഗ്നിയിൽ ചെന്ന് പതിക്കും. എന്നാൽ വിശ്വാസത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നവര്, നമ്മള് കഴിഞ്ഞ ഞായറാഴ്ചയും കേട്ടതുപോലെ അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവര് രക്ഷിക്കപ്പെടുമെന്നാണ് മത്തായി 24 12, 13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അന്ത്യത്തോളം ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ
രക്ഷിക്കപ്പെട്ട് അവര് നിത്യതയിൽ ചേർക്കപ്പെടുന്ന ആ ഒരു കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ 19 അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നതെങ്കിൽ 11ാമത്തെ വാക്യം മുതൽ മണവാളൻ ഒരു വെള്ളക്കുതിരയിൽ വരുവാണ്. മണവാളൻ ഇങ്ങനെ കുതിരയൊക്കെ സവാരി ചെയ്തുകൊണ്ട്, അതാരാ? മണവാളൻ കർത്താവ് തന്നെ. കർത്താവിന്റെ പേര് വിശ്വസ്തനും സത്യവാനുമായ കർത്താവ്. അവിടത്തേക്ക് അനേകം രാജമുടികളുണ്ട്, അനേകം കിരീടങ്ങളുണ്ട്. 12ാമത്തെ വാക്യം, വെളിപാട് 19:12 അവന്റെ പേര് തന്നെ ദൈവവചനമാണെന്നുള്ള കാര്യവും, അവന്റെ ക്ലോത്ത്, അവന്റെ വെഡിങ് ഗാർമെന്റ് അത് റെഡ് ഗാർമെന്റ്, അവ രക്തം തെളിച്ച കർത്താവ് രക്തം തെളിച്ച കർത്താവ് അവസാനത്തുള്ള രക്തവും നമുക്കായിട്ട് ചിന്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഒരു പാപയാഗം ആകണമെങ്കിൽ, കർത്താവിന് നമുക്കായിട്ടൊരു പാപയാഗം ആകണമെങ്കിൽ പാപയാഗമാകുന്ന മൃഗത്തിന്റെ രക്തം മുഴുവനും ഒഴുക്കി കളയണം, അവിടെ ആ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം എന്നൊക്കെയാണ് നമ്മൾ അവിടെ ലേവ്യ പുസ്തകം 4ാം അധ്യായത്തിൽ വീണ്ടും വീണ്ടും വായിക്കുന്നത്. അപ്പൊ അതുപോലെ കർത്താവ് നിഷ്കളങ്കനായ കുഞ്ഞാടാകുന്ന കർത്താവിന്റെ രക്തം മുഴുവനും ഒഴുക്കപ്പെടുവാനായിട്ട് തന്നെ സമ്പൂർണ്ണമായിട്ടും പിതാവിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് അവിടുന്ന് രണ്ടാമത് വരുമ്പോൾ ആ രക്തം തെളിച്ച ആ കർത്താവ് ചൊരിഞ്ഞ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആ രക്തം തെളിച്ച് ഉടുപ്പ് ധരിച്ച് വരുന്ന കാര്യം 13ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 14ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര ആ വിശേഷ വസ്ത്രം മണവാട്ടിയുടെ വസ്ത്രം നമ്മൾ അതിന്റെ 8ാമത്തെ വാക്യത്തിൽ കണ്ടു. അപ്പോൾ ഈ മണവാട്ടിയായി തീരുന്ന 144,000 പേരാണ് ഈ സ്വർഗത്തിലെ സൈന്യമായിട്ട് ഇവിടെ വെളിപ്പെടുന്നത്. 14ാമത്തെ വാക്യത്തിൽ കർത്താവ് പോകുന്നിടത്തൊക്കെയും കർത്താവിനെ പിൻഗമിക്കുന്ന ഈ 144,000 പേര് ആ നിർമ്മലവും ശുഭ്രവുമായിട്ട് വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി കർത്താവിനെ അനുഗമിക്കുന്നു. കർത്താവിനെ എപ്പോഴും അവർ ഭൂമിയിൽ അനുഗമിച്ചത് കൊണ്ട് നിത്യതയിലും കർത്താവിനോട് എപ്പോഴും കൂടെ ഏറ്റവും ചേർന്നായിരിക്കാൻ അവർക്കേ സാധിക്കുകയുള്ളൂ. ജാതികളെ വെട്ടുവാൻ 15ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ജാതികളെ വെട്ടുവാനായിട്ട് കർത്താവിന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാള്, ദൈവവചനമാകുന്ന ആ വാളിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. കർത്താവിന്റെ വാളുകൊണ്ടാണ് കർത്താവ് ശത്രുക്കളെ സംഹരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഇന്നും നമ്മളിൽ ഉള്ള ശത്രു എന്താണ്? നമ്മളിലുള്ള ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയജീവനാകുന്ന ജഡം, സ്വയജീവൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. നമ്മൾക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മളിലുള്ള ഒരു സ്വന്തം ഇഷ്ടമുണ്ട്. അതാണ് ബൈബിളിലെ ഫ്ലഷ് അല്ലെങ്കിൽ ജഡം എന്നൊക്കെ പറയുന്നത്. ആ ജഡത്തെ ചീന്താനായിട്ടും കർത്താവ് ഈ മൂർച്ചയുള്ള വാള് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മൂർച്ചയുള്ള വാള് നമ്മളിലുള്ള ശത്രുപാളയത്തിലുള്ള ഒരാള് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജഡമാണ്. അതായത് നമ്മളുടെ ആത്മാവും ദേഹവും എല്ലാം കർത്താവിനായിട്ട് അനന്യമായിട്ട് കാക്കപ്പെടണമെന്നാണ് 1 തെസ്സലോനിയർ 5:23 നമ്മൾ വായിക്കുന്ന. ആത്മാവിനെയും ദേഹിയും വേർതിരിക്കുന്ന ഈ ജഡമാകുന്ന തിരശ്ശീല, നമ്മുടെ സ്വന്തം ഇഷ്ടം, ദൈവത്തിന് വിപരീതമായിട്ടുള്ള നമ്മളെ തന്നെ ഉയർത്തുന്ന നമ്മളുടെ ആ ഒരു എല്ലാ രാഗമോഹങ്ങളുടെയും കലവറയായിട്ടുള്ള ഈ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്നൊക്കെ ഗലാത്യർ 5:24 പറയുമ്പോൾ ഈ രാഗമോഹങ്ങളെല്ലാം ഉള്ള നമ്മളുടെ രാഗമോഹങ്ങൾ എന്ന് പറയുമ്പോൾ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, അതായത് മനുഷ്യമാനം, പണസ്നേഹം, ജഡിക സുഖങ്ങൾ, ഇവയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു വലിയ ആസക്തിയാകുന്ന വലിയ മോഹങ്ങളൊക്കെ ഉള്ള ആ ജഡം ആണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മളിലുള്ളത്. അതാണ് നമ്മളിലുള്ള ശത്രു. നമ്മൾ തന്നെ നമ്മുടെ ശത്രു, ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ നമ്മൾ ചിലപ്പം അലങ്കാരികമായിട്ട് പറയും. കർത്താവിനോട് അടുക്കാൻ ഏറ്റവും വലിയ തടസ്സം ആരാ? ഞാൻ തന്നെ. എന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ എന്റെ ആ സ്വന്തം ഇഷ്ടമാണ്. അപ്പൊ അത് തകർക്കാനായിട്ട് ദൈവവും ഇന്നും ആ ശത്രുവിനെ സംഹരിക്കുന്നത്. അക്ഷരികമായിട്ട് അന്ന് ആ അവസാന യുദ്ധത്തില് അർമഗദോൻ യുദ്ധം എന്നാണ്. അർമഗദോൻ എന്ന് പറയുന്ന യെരുസലേമിന് അടുത്തുള്ള ആ പ്രദേശത്താണ് അവസാനത്തെ യുദ്ധം സംഭവിക്കാൻ പോകുന്നത്. ആ അർമഗദോൻ അത് യെരുസലേമിന് 50 മൈൽ വടക്കായിട്ടുള്ള ഒരു വലിയ സ്ഥലമാണ്. അർമഗദോൻ എന്ന് പറയുന്ന ആ സ്ഥലത്തായിരിക്കും ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള വലിയ ലോക നേതാക്കളുടെ, ലോകരാജ്യങ്ങളുടെ സൈന്യങ്ങളും എല്ലാം ഇസ്രായേലിനെതിരായിട്ട് അണിനിരക്കുന്നത്. അപ്പോഴാണ് കർത്താവ് രണ്ടാമത് വന്ന് ഈ ശത്രു സൈന്യത്തെ എല്ലാം കർത്താവിന്റെ വായിലെ വചനത്താല് കർത്താവ് സംഹരിക്കാൻ പോകുന്നത്. അതായത് ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാള് പുറപ്പെടുന്നു. അപ്പം അക്ഷരികമായിട്ടന്ന് ശത്രുക്കളെ സംഹരിക്കാനായിട്ട് ആ വാള് കർത്താവ് ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മളിലുള്ള ആ ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ഇഷ്ടം.
കർത്താവിന്റെ ഇഷ്ടത്തിന്, കർത്താവിന്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടേതായ അലസത, നമ്മളുടേതായ ഒരു ശീതോഷ്ണാവസ്ഥ, ദൈവത്തിന് കർത്താവിനായിട്ടും കർത്താവിന്റെ കാര്യങ്ങൾക്കായിട്ടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, വചനത്തിനായിട്ടൊരു ദാഹമില്ലാത്ത അവസ്ഥ, നമ്മളുടെ ഒരു മടി, നമ്മളുടെ ഒരു സ്വാർത്ഥത, നമ്മളുടെ നിഗളം, നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടെ കോപം, നമ്മളുടെ മോഹം, നമ്മളുടെ ആകുല ചിന്തകൾ, നമ്മളുടെ മനുഷ്യമാനം തേടാനുള്ള ആക്രാന്തം, അങ്ങനെയുള്ള പണസ്നേഹം, ലോകത്തിന്റെ വസ്തുവകളോടുള്ള നമ്മുടെ ഒരു പറ്റിച്ചേരൽ, അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളെല്ലാം ഉള്ള ആ ഒരു ജഡം, ആ ജഡത്തെയും കർത്താവിന്റെ വചനത്തിന്റെ ജീവനും ആത്മാവുമാണ് നമ്മുടെ ആ ജഡത്തെയും ചീന്തി കളയേണ്ടതായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൽ ഒരു മരണം സംഭവിക്കേണ്ടതായിട്ടുള്ളത്. അതാ നമ്മളിവിടെ 15-ാമത്തെ വാക്യത്തിൽ ആ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാളിനെ കുറിച്ച് വായിച്ചു. പിന്നെ കർത്താവിന്റെ വലിയ അധികാരത്തിന്റെ ഇരുമ്പുവടിയെ കുറിച്ച്, ഇരുമ്പുകോൽ, അത് മിശിഹയുടെ അധികാരദണ്ഡായിട്ട്, അധികാരത്തിന്റെ ചെങ്കോൽ എന്ന വണ്ണമുള്ള ഇരുമ്പുകോലായിട്ട് നമ്മൾ സങ്കീർത്തനം 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ആ കാര്യമൊക്കെ വായിച്ചായിരുന്നു. അപ്പം മിശിഹയെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനം 2-ാം സങ്കീർത്തനം. അവിടെ കളിമൺ പാത്രങ്ങൾക്ക് മേലെ ഇരുമ്പുകോലും കൊണ്ട് ഉള്ള ഒരു അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? കളിമൺ പാത്രത്തിന്റെ മേലെ ഇരുമ്പുകോലുമായിട്ട് ഒരു താരതമ്യം പറയാനില്ല, എന്ന് വെച്ചാൽ അത്ര കോൺട്രാസ്റ്റാ. ഇരുമ്പുകോലൊന്ന് തൊട്ടാൽ മതി, കളിമൺ പാത്രം എല്ലാം ടപ്പോ പടപടാന്ന് പറഞ്ഞ് എല്ലാം പൊട്ടിപ്പോവും എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ഒരു ആത്മീയ അധികാരത്തെ കുറിച്ച് നമ്മളവിടെ വായിച്ചു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും എന്നുള്ള പറയുന്ന ഒരു കാര്യം, അത് കർത്താവ് പറഞ്ഞ അവസാനം അത് അർമ്മൂദോൻ യുദ്ധത്തിൽ ആ ആത്മീയ അധികാരം കർത്താവ് ജാതികളുടെ മേലെ, ആ ജാതീയമായ സൈന്യത്തിന് മേലെ, ഇസ്രായേലിനെതിരായിട്ട് വന്ന ജാതീയ സൈന്യത്തിന് മേലെ കർത്താവ് ആത്മീയ അധികാരം ഉപയോഗിക്കും എന്ന ആ ആത്മീയ അധികാരം തന്നെയാണ് കർത്താവ് ഇന്ന് ജയിക്കുന്നവർക്ക് ആ ആത്മീയ അധികാരം നൽകുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 2-ാം അധ്യായത്തിൽ തയാതീറ സഭ, തുയഥൈര അല്ലെങ്കിൽ തയാതീറ സഭയിൽ ഉള്ള മൂപ്പനോട് പറയുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വെളിപാട് 2:26 കണ്ടു. അവിടെ ആ ഒരു ആത്മീയ അധികാരത്തോടെ അവിടെ ഉള്ള ദൈവജനത്തെ മേയിക്കേണ്ടതായിട്ട് നീ ജയിച്ചാൽ, നീ നിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് നീ അവിടെ എന്താ പറയുന്നത്, ജെസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ അങ്ങ് സ്വന്തം അധികാരം നടത്തുമായിരുന്നു ആ സഭയിൽ. വെളിപാട് 2-ാം അധ്യായത്തിന് 18 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയ അധികാരത്തോടെ നീ ദൈവത്തിന് അധികാരം കൈയാളാൻ തക്കവണ്ണം ആവണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട, നിന്റെ പാപത്തിനെ ഓർത്ത് നീ മാനസാന്തരപ്പെട്ട, നീ ജയിച്ച നിനക്ക് യഥാർത്ഥത്തിൽ ആത്മീയ അധികാരം തരും എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളവിടെ വെളിപാട് 2:26-27 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ച്. അപ്പൊ അങ്ങനെ തിരിച്ച് നമ്മൾ വെളിപാട് 19:15 വരുമ്പോൾ അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. സർവശക്തിയുള്ള ദൈവം എന്ന് ബൈബിളിൽ 10 തവണ പറഞ്ഞിരിക്കുന്നതിൽ 9 തവണ അത് വെളിപാട് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതില് 9 തവണ പറഞ്ഞിരിക്കുന്നതിൽ 8-ാമത്തെ തവണ പറയുന്ന ഒരു രംഗമാണ് നമ്മളിപ്പം ഇവിടെ വെളിപാട് 19:15 വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച്. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപം, ആ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപമാണ്. അപ്പൊ അത്രമാത്രമുള്ള ദൈവത്തിന്, പാപത്തിനെതിരെയുള്ള ഒരു ദൈവത്തിന്റെ ശക്തമായ ക്രോധം, ആ കോപവും ക്രോധവും എന്ന് പറയുക, ഫിയേഴ്സ് റാത്ത് ഓഫ് ഗോഡ്, അത് മദ്യത്തിന്റെ ചക്ക് പോലെ, ആ ക്രോധത്തെ ഒരു മദ്യത്തോട് ഉപമിച്ച മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. അതുപോലെ കർത്താവ് ആ ഒരു ജാതികളുടെ മേലുള്ള ന്യായവിധി നടത്താനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ച്. പിന്നെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ അധികാരത്തെ കുറിച്ച്, രാജാവാണ്, എല്ലാ രാജാക്കന്മാരുണ്ട്, ഒത്തിരി പേരുണ്ട്, എന്നാൽ അതിന്റെ എല്ലാം മേലെയുള്ള രാജാവും പലരും പ്രഭുക്കന്മാരായിട്ട്, കർത്താക്കളായിട്ട് ഈ ലോകത്തോടെ, അതിന്റെ എല്ലാം മേലെയുള്ള കർത്താവായിട്ട്, ലോർഡ് ഓഫ് ലോർഡ്സ് ആയിട്ടുള്ള കർത്താവ് എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും അത് പുറമേയും അവന്റെ തുടയിന്മേലും അകമയും ഉള്ള കർത്താവിന്റെ കർത്താവിന്റെ ആ ഒരു നാമം നമ്മളിവിടെ വായിക്കുന്നു. ആ തൊട അത് ശക്തിയും കുറിക്കുന്ന ഒരു കാര്യമാണ്. ഉടുപ്പ് മറ്റുള്ളവർക്കെല്ലാം കർത്താവിന്റെ ആ ഒരു വലിയ അധികാരം അത് സ്പഷ്ടമാകുന്ന ഒരു കാര്യം. ഇന്ന് ലോകം അവസാനമായിട്ട് യേശുവിനെ കണ്ടത് ക്രൂശില് നിസ്സഹായനായിട്ട്, ക്രൂശിൽ മരിച്ച ആ കർത്താവിനെ, ലോകം അവസാനമായിട്ട് കർത്താവിനെ കണ്ടത്. എന്നാ കർത്താവ് രാജാവായിട്ട്, കർത്താവായിട്ട് വെളിപ്പെടുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോ ഇവിടെ വെളിപാട് 19-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ വായിച്ച്. പിന്നെ 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇപ്പം ജഗ്ബീർ അത് സാക്വനും ബ്രദറിന്റെ അന്തിമ വിജയം പുസ്തകത്തില് ആ പോർഷൻ അത് ബ്രദർ വായിക്കാൻ തുടങ്ങുമ്പോൾ അജിബേർ അത് ആ കറസ്പോണ്ടിങ് പോർഷൻ വെളിപാട് 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അതിപ്പം ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 17
18. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹർമഗദോൻ യുദ്ധത്തിന്റെ മറ്റൊരു വിവരണമാണ് ഈ വാക്യം മുതൽ നാം കാണുന്നത്. നാം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ വെളിപ്പാട് പുസ്തകം കാലാനുക്രമമായ ഒരു തുടർച്ച പാലിച്ചുകൊണ്ടല്ല എഴുതിയിട്ടുള്ളത്. ഹർമഗദോൻ യുദ്ധം ഒരു ദിവസം കൊണ്ട് കഴിയും. ദൈവത്തിന്റെ മഹത്തായ അത്താഴത്തിന് ആകാശത്തിലെ പക്ഷികളെ ഒക്കെയും ദൂതൻ ക്ഷണിക്കുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സദ്യയാണ് ഇത്. മരിച്ച മനുഷ്യരുടെ മാംസം കൊണ്ട് ഒരുക്കിയിട്ടുള്ള സദ്യ. അവിടുത്തെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ യേശു പരാമർശിക്കുന്നത് ശ്രദ്ധിക്കുക. ലൂക്കോസ് 17:30. സഭയുടെ ഉൽപാദനത്തിന് ശേഷം വാക്യം 34-35. ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും. വാക്യം 37 എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ഹർമഗദോനിൽ ശരീരങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ മഹാസദ്യക്കായി കഴുകന്മാർ കൂടും. ഈ അത്താഴത്തെ കുറിച്ച് യെഹെസ്കേൽ 39:17-21 വരെ ഉള്ള വാക്യങ്ങളിലും നാം കാണുന്നു. അവിടെ കർത്താവ് പറയുന്നു, സകല പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവിൻ, എന്റെ യാഗത്തിന് വന്നുകൂടുവിൻ. നിങ്ങൾ എന്റെ മേശയിങ്കൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും. നമ്മളിപ്പോ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുകയും അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മള് സാക്വൻ ബ്രദറിന്റെ അന്തിമ വിജയം ഫൈനൽ ട്രയംഫ് എന്നുള്ള ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയും ചെയ്തല്ലോ. അവിടെ 17-ാമത്തെ വാക്യം. അപ്പൊ നമ്മള് ഇവിടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, രാജാവും കർത്താവുമായിട്ടുള്ള കർത്താവിന്റെ വെളിപ്പെടലാണ് നമ്മളവിടെ 16-ാമത്തെ വാക്യത്തിൽ വായിച്ച്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു യുദ്ധം, കർത്താവ് അങ്ങനെ രാജാവും കർത്താവുമായിട്ട് ഒലിവ് മലമേലാണ് കർത്താവ് കാല് കുത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മള് സഖരിയാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ ആ ഒരു പ്രവചനമൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ 4-ാമത്തെ വാക്യം സഖരിയാവ് 14:4 കർത്താവ് ആ രണ്ടാമത്തെ വരവെങ്കിൽ ഇങ്ങനെ വെളിപ്പെട്ട് കർത്താവ് ആ ഒലിവുമലമേല്, ഇപ്പം യെരുശലേമിന്റെ കിഴക്കായിട്ടുള്ള ഒലിവുമല, ആ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയതായിട്ടൊക്കെ നമ്മള് ഇവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവ് എങ്ങനെ പോയോ അങ്ങനെ തന്നെ വരുമെന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ, കർത്താവ് പോയതുപോലെ തിരിച്ചു വരുമെന്നൊക്കെ ദൂതന്മാർ പ്രത്യക്ഷമായിട്ട് ശിഷ്യന്മാരോട് പറയുന്ന കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് പോയതുപോലെ തന്നെ കർത്താവ് എവിടെ നിന്നാണോ ആ ഒലിവുമലയിൽ നിന്ന് ആണോ ഏത് ഒലിവുമലയിൽ നിന്നാണോ കർത്താവ് പോയത്, അതേ ഒലിവുമലയിൽ തന്നെ വീണ്ടും കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് ആദ്യം കാല് ചവിട്ടുന്നത്, കർത്താവിന്റെ ആ കാൽപാദം ആദ്യം പതിക്കുന്നത് ആ ഒലിവുമലമേലായിരിക്കും. അപ്പോൾ ആ പർവ്വതം രണ്ടായിട്ട് പിളർക്കുന്നതായിട്ടും അവിടെയുള്ള ആ ഒരു യുദ്ധത്തെ കുറിച്ചൊക്കെ സഖരിയാവ് 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ യുദ്ധം കഴിയുമ്പോൾ അവിടെ വലിയൊരു രക്തപ്പുഴ ഒഴുകുന്ന കാര്യമൊക്കെ നമ്മൾ 14-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തില് വായിക്കുന്നുണ്ട്. ഭൂമിയിലെ മുന്തിരിക്കോല അറുത്തു എന്ന് പറഞ്ഞാൽ അവിടെ അത് ന്യായവിധിയെ സൂചിപ്പിക്കുന്ന കാര്യം. അവര് അറുക്കുന്നു, അവര് കൊയ്ത്ത് ദൈവകോപത്തിന് വലിയ ചക്കിലിട്ടു, ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോടും, കുതിരകളുടെ ബ്രൈഡിൽസ്, കടിവാളങ്ങൾ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൺ, കുതിരയുടെ കടിഞ്ഞാണിന്റെ അത്രയും, ഒരു കുതിരയുടെ കടിഞ്ഞാണിന്റെ അത്രയും വരെ പൊങ്ങുന്ന രക്തപ്പുഴ ഒഴുകുന്ന ഒരു കാര്യമാണ്. പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകിയതായിട്ട് യെരുശലേമിൽ നിന്ന് 200 നാഴിക ദൂരത്തോളം ഈ രക്തം ഒഴുകുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന അത്രയും ആ ശവശരീരങ്ങൾ കർത്താവിനെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് മത്സരിച്ച ആ ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും നേതൃത്വത്തിലുള്ള
വലിയ സൈന്യ സന്നാഹങ്ങള്, വലിയ വലിയ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ എന്തുവാ ഇന്നത്തെ ഭാഷയിൽ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാരുടെ മാംസം, സഹസ്രാധിപന്മാരുടെ മാംസം എന്നൊക്കെയാണ് നമ്മളിപ്പം ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. അതാ തിരിച്ച് നമ്മൾ വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 17 വാക്യത്തില് ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. നമുക്ക് നട്ടുച്ച നേരത്തെ സൂര്യനെ നോക്കാൻ പോലും പറ്റത്തില്ല. എന്നാൽ സൂര്യനിൽ നിന്നുകൊണ്ട് ഒരു ദൂതൻ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ തേജസ്സുള്ള വലിയ 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 മഹത്വപരമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാ, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള പല പല കാര്യങ്ങളുമാണ് അന്ന് അന്ത്യത്തില് കർത്താവിന്റെ വരവെങ്കിലെല്ലാം നടക്കാൻ പോകുന്നത്. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് കണ്ടു. സോ ആൻ ഏഞ്ചൽ സ്റ്റാൻഡിങ് ഇൻ ദ സൺ, ഹി ക്രൈഡ് ഔട്ട് വിത്ത് എ ലൗഡ് വോയിസ്. അവൻ്റെ വലിയ അതാ നമ്മള് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും വലിയ ഉറക്കെ വിളിച്ചു പറഞ്ഞതായിട്ട് 18 വാക്യത്തിന്റെ അവസാനം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ പക്ഷികളോടെല്ലാം ഈ ദൂതൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, വന്ന് ഒരു വലിയ വലിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വലിയ ഒരു അത്താഴം. അതാ നമ്മൾ 18 വാക്യത്തിൽ അത്താഴത്തിന് എന്തൊക്കെയാ വിഭവങ്ങള്? ചിക്കൻ കറി മട്ടൻ കറി ഒന്നുമല്ല, മറിച്ച് രാജാക്കന്മാരുടെ മാംസമുണ്ട്, സഹസ്രാധിപന്മാരുടെ മാംസമുണ്ട്. സഹസ്രാധിപന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? കമാൻഡർ. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 സൈന്യത്തിന്റെ അധിപനായിട്ടുള്ള. അപ്പൊ എത്ര വലിയ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ പവർഫുൾ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാര്, അവര് ആൾക്കാരെ കൊന്നൊടുക്കുന്ന വലിയ ഏകാധിപതികളായിട്ടുള്ള ആൾക്കാര്. ഇന്ന് ഇവരുടെ എല്ലാം മാംസം അന്ന് പക്ഷികൾക്ക് നല്ല ഒരു എന്തിനാ പറയുന്നേ, പക്ഷികൾക്ക് നല്ലൊരു ബിരിയാണി കിട്ടിയതുപോലെയുള്ള സന്തോഷമായിരിക്കും. അതാ രാജാക്കന്മാരുടെ മാംസമുണ്ട്, സഹസ്രാധിപന്മാരുടെ മാംസമുണ്ട്, വീരന്മാരായിട്ടുള്ള വലിയ ആൾക്കാരുണ്ട്. ഫ്ലഷ് ഓഫ് ദ മൈറ്റി, ഭയങ്കര ശതകോടീശ്വരന്മാരായിരിക്കും അവർ. പക്ഷെ വലിയ വലിയ വീരന്മാര്, വലിയ വലിയ ലോകത്തിന് വലിയ വലിയ ആൾക്കാര്. സ്വതന്ത്രന്മാരും ദാസന്മാരും ഉണ്ട്. സ്വതന്ത്രമായിട്ടുള്ളവരുണ്ട്, ദാസന്മാരായിട്ടുള്ളവരുണ്ട്, സ്ലേവ്സ് ആയിട്ടുള്ളവരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം ഉള്ള ഒരേ ഒരു കോമൺ പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് അവരെല്ലാം ദൈവത്തിനെതിരായിട്ട് മത്സരിച്ച് അവര് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ടുള്ള ഇസ്രായേലിനെതിരെയും യുദ്ധം ചെയ്യാനായിട്ട് ഓങ്ങി നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ ആ 3.5 വർഷക്കാലം ദൈവമക്കളെ അതുപോലെ പീഡിപ്പിച്ച ആൾക്കാരാണിത്. അവരുടെ മേലുള്ള ദൈവത്തിന്റെ വലിയ ന്യായവിധിയാണ് ഈ വരുന്നത്. അപ്പൊ ആ 3.5 വർഷക്കാലം, അവസാനത്തെ ആ 3.5 വർഷക്കാലം മഹോപദ്രവത്തിലെ ദൈവമക്കളെയും ദൈവജനത്തെയൊക്കെ അതുപോലെ പീഡിപ്പിച്ച് ആ ആൾക്കാര് ദൈവം ആ 3.5 വർഷക്കാലം ദൈവം അവർക്ക് വേണ്ടുന്ന കൃപകളെല്ലാം നൽകുന്നു. ദൈവമക്കൾക്ക് വേണ്ടുന്ന കൃപകളെല്ലാം നൽകി അവരെ പോറ്റി പരിപാലിക്കുന്നു. ഇസ്രായേലിനെയും പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പരിപാലിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 12 അധ്യായത്തിലൊക്കെ നമ്മളത് വായിച്ചായിരുന്നു. ഒരു ചിറകൻ, അതായത് കഴുകന്റെ 2 ചിറകിന്മേലെ എന്ന വണ്ണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് എയറോപ്ലെയിനിൽ ഏതോ ഇടത്തേക്കൊക്കെ കൊണ്ടുപോയി അവരെ പരിപാലിക്കുന്ന 3.5 വർഷക്കാലം പരിപാലിക്കുന്ന ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുന്ന കാര്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ 3.5 വർഷക്കാലത്തിന് അവസാനം ഇസ്രായേലിനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളും തിരിയുന്നു. ഇന്ന് ഇസ്രായേലിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ രാജ്യങ്ങളും വന്ന് തിരിയുന്ന രംഗമൊക്കെയാണ് നമ്മൾ ശെഖര്യാവ് 14 അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആ അർമ്മഗദോൻ യുദ്ധത്തില് എന്താ സംഭവിക്കുന്നേ? അവിടാണ് കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഇരുവായ്ത്തലയുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയുള്ള കർത്താവിന്റെ വചനം കൊണ്ട് കർത്താവ് ഇവരെയൊക്കെ നാമാവശേഷമാക്കുന്നത്. നാമം മാത്രം അവശേഷിക്കുന്ന വണ്ണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം സംഹരിക്കുന്ന ഒരു കാര്യം. അപ്പം പലതരത്തിലുള്ള മാംസമുണ്ട്. എന്തൊക്കെയാ? രാജാക്കന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും വീരന്മാരുടെയും ഉണ്ട്. പിന്നെ കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസമുണ്ട്. സ്വതന്ത്രന്മാരുടെയും ദാസന്മാരുടെയും ചെറിയവരും വലിയവരുമായിട്ടുള്ള എല്ലാവരുടെയും മാംസം തിന്നുവാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്താഴത്തിനെന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സപ്പർ ഓഫ് ഗ്രേറ്റ് ഗോഡ്. ഗ്രീക്കിലെ എങ്ങനെ വേണമെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ഇംഗ്ലീഷിൽ ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹാ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. അപ്പം ഇതേ കാര്യത്തിന്റെ ഒരു സൂചന ലൂക്കോസ് 17 അധ്യായത്തിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിരുന്ന ഒരു വാക്യം ഇത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കത്തും. എന്താ? ലൂക്കോസ് 17 അധ്യായത്തിൽ കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു വാക്ക് പറയുക.
കഴുകന്മാരുടെ കാര്യം പറയുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ഈ സുവിശേഷമൊക്കെ വായിച്ചു വരുമ്പോൾ എന്ത് ഈ കർത്താവ് പറഞ്ഞു വരുന്നേ, എന്തോ പറഞ്ഞു വരുന്നതിനിടയിൽ പെട്ടെന്ന് വിഷയം മാറി കർത്താവ് എന്തോ പറഞ്ഞതുപോലെ നമുക്ക് തോന്നും. പക്ഷേ കർത്താവ് എക്സാക്ട്ലി കാര്യങ്ങൾ നടക്കാനിരിക്കുന്ന കാര്യവും അവിടെ പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് അതിന്റെ 37-ാമത്തെ വാക്യം നമ്മൾ വായിച്ച അവർ അവനോട് കർത്താവെ എവിടെ എന്ന് ചോദിച്ചതിന് എന്താ ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ അതിന് തൊട്ടു മുമ്പേ കർത്താവ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീക്ഷന്മാര് ചോദിച്ചതിന് 20-ാമത്തെ വാക്യം, ദൈവരാജ്യം കാണത്തക്ക വണ്ണം അല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യം ഉണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ സിനിയോ മിഡ്സ്റ്റ് എന്ന് പറയുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. കർത്താവിലാണ് ദൈവരാജ്യം അന്ന് അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് സഭ സ്ഥാപിക്കപ്പെടുന്ന പെന്തക്കോസ്ത് നാളിലാണ് ദൈവരാജ്യം മനുഷ്യരിലേക്ക് വന്നത്. അപ്പം കർത്താവില് ആ ദൈവരാജ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് കർത്താവ് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ലതാനും അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും, നിങ്ങൾ പോകരുത് പിൻചെല്ലുകയും വരുത്. അതായത് കർത്താവ് എത്രയും പെട്ടെന്ന് വരണമേ എന്ന് അന്ന് ആ മഹോപദ്രവം നടക്കുമ്പോൾ ദൈവമക്കള് കർത്താവിന്റെ ദിവസം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലം വരുക. അപ്പം ചിലർ പറയും ഇവിടെ വന്നു അവിടെ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും നിങ്ങൾ പോകരുത്, അതിന്റെ പിന്നാലെ പോകരുത് എന്ന് വെച്ചാൽ വരുമ്പോൾ എല്ലാവരും കാണുകയായിരിക്കും വരുന്നത്. അത് 24-ാമത്തെ വാക്യത്തിൽ ഇന്ന് ക്രിസ്ത്യകോളത്തിലെ കർത്താവ് രഹസ്യത്തിൽ വരും, രഹസ്യത്തിൽ ഒന്ന് സീക്രട്ട് ആയിട്ട് എടുത്തുകൊണ്ട് പോകും, സഭ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്ന തെറ്റായ പഠിപ്പിലൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കർത്താവ് തന്റെ സഭയെ ചേർപ്പാനായിട്ട് വരുമ്പോൾ എല്ലാവരും കാണുകയെ. അത് മിന്നല് എങ്ങനെ നമ്മളിവിടെ വായിക്കുന്നത് 24-ാമത്തെ വാക്യം, മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്നെ ദിവസത്തിലാകും. മിന്നല് മറഞ്ഞാണോ ഇരിക്കുന്നത്? മിന്നൽ ഒരു ആകാശത്തിൽ മിന്നൽ ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും കാണാം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ലൈക്ക് ദ ലൈറ്റ്നിങ് when it flashes out of one part of the sky shines to the other part of the sky. മിന്നൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വരെ അതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവ്. അതുപോലെ പ്രത്യക്ഷമായിരിക്കും കർത്താവിന്റെ വരവ്, അല്ലാതെ രഹസ്യത്തിലായിരിക്കത്തില്ല. 25-ാമത്തെ വാക്യം, എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. കർത്താവിന്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് കഷ്ടം അനുഭവിച്ച് ആ ജനത, ഇസ്രായേൽ ജനതയൊക്കെ കർത്താവിനെ തള്ളിക്കളഞ്ഞതായിട്ടൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുക, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ഈ അവസാന കാലം നോഹയുടെ കാലം പോലെ ആയിരിക്കും എന്ന് കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രന്റെ കാലങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രൻ രണ്ടാമത് വരുന്ന സമയത്തും ഈ നോഹയുടെ കാലം പോലെ ആയിരിക്കും. 27-ാമത്തെ വാക്യം, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത്, നോഹയുടെ കാലവും ലോത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ എബ്രഹാം ലോത്ത്, ആ ലോത്തിന്റെ കാലത്തും സംഭവിച്ചതുപോലെയും തന്നെ 28-ാമത്തെ വാക്യം. അപ്പം അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് നോഹയുടെ കാലം പോലെ ആയിരിക്കും, ലോത്തിന്റെ കാലം പോലെ ആയിരിക്കും. അപ്പൊ ലോത്തിന്റെ കാലത്ത് എന്താ, അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്ത് അങ്ങ് രക്ഷപ്പെട്ടു, ആ സോദോമും ഗൊമോറയും തീയും ഗന്ധകവുമായിട്ട് കത്തിച്ചാമ്പലായി എന്ന് പറഞ്ഞതുപോലെ സഭ അങ്ങ് എടുക്കപ്പെടുന്നു. ബാക്കി ഭൂമിമേൽ വലിയൊരു ന്യായവിധി ഉണ്ടാകുന്നു. സകല ഭൂമിയും അഗ്നിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 പത്രോസിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം അതാ നമ്മളിവിടെ വായിക്കുന്നത്. ഗന്ധവും പെയ്ത് എല്ലാവരും മുടിച്ചു കളഞ്ഞു. മറ്റേതാണെങ്കിൽ ജലപ്രളയം വന്ന് എല്ലാവരും മുടിച്ചു കളഞ്ഞു. 27-ാമത്തെ വാക്യത്തിൽ നോഹയും നോഹയുടെ കുടുംബത്തിലുള്ളവരും അവരെല്ലാം കൂടെ 8 പേര് അവര് ഒരു സഭയുടെ പ്രതീകമായിട്ട് അവര് ആ പെട്ടകത്തിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം ജലപ്രളയം വന്ന് മുടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ന്യായവിധി കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ സഭ എടുക്കപ്പെടുന്നു, ബാക്കിയുള്ളവരുടെ മേലുള്ള കർത്താവിന്റെ ന്യായവിധി വരുന്നു. അതുപോലെ തന്നെ ലോത്ത് രക്ഷപ്പെടുന്നു. എന്ന് അവിടെ ലോത്ത് വിട്ടുപോകുന്ന ആ സോദോമും ഗൊമോറയൊക്കെ തീയും ഗന്ധകവും ഒക്കെ പെയ്ത് എല്ലാവരും മുടിച്ചു കളഞ്ഞു. 30-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന നാളിൽ അവിടം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവർ വീട്ടിനകത്തുള്ള സാധനം എടുക്കുവാൻ ഇറങ്ങി പോകരുത്. അയ്യോ, എന്റെ
പുതിയ ലാപ്ടോപ്പ്, എന്റെ പുതിയ മൊബൈൽ ഫോൺ ഉണ്ട്, അതും കൂടി എടുത്തുകൊണ്ട് പോകാം എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് വയലിൽ ഇരിക്കുന്നവന് പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യ ഓർക്കണം. ലോത്തിന്റെ ഭാര്യ എന്റെ പുതിയ സാരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞായിരിക്കും. അപ്പൊ അവിടെ തന്നെ 30 തൂണായിട്ട് നിന്നുപോയി. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ ഒരു പ്രാണനെ, സ്വജീവനെ കളയുന്നവരാണ് തങ്ങളുടെ ദേഹിയെ നിത്യതയ്ക്കായിട്ട് കീപ്പ് ചെയ്യുന്നത്. തന്റെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് അതിനായിട്ട് നെട്ടോട്ട് ഓടി സ്വന്തം ഇഷ്ടത്തിനായിട്ട് പരക്കം പായുന്നവര്, അവര് നിത്യമായിട്ട് അവരുടെ ദേഹി അത് നാശത്തിലേക്ക് പോകുവാന് ഇടയാകും എന്നുള്ള കാര്യമൊക്കെയാണ് കർത്താവോട് പറയുന്നത്. അതിനെ കളയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കുടക്കമേലായിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. എന്റെ ഭാര്യ നല്ല വിശ്വാസിയല്ല, ഭർത്താവ് നല്ല വിശ്വാസിയ എന്നുള്ള കെയർ ഓഫിലൊന്നും കയറി പോകാനൊക്കത്തില്ല. ഒരു കിടക്കയിൽ സാധാരണ എന്താ ഭാര്യയും ഭർത്താവും ആയിരിക്കും, അല്ലെങ്കിൽ സഹോദരിമാരോ ഒക്കെ ആയിരിക്കും കിടക്കണേ. എന്നാ എന്റെ വീട്ടിലെ ഇന്നയാള് എന്റെ ചേട്ടൻ നല്ല വിശ്വാസിയ, അല്ലെങ്കിൽ എന്റെ അനിയനെ, അല്ലെങ്കിൽ എന്റെ സഹോദരി, അല്ലെങ്കിൽ എന്റെ അമ്മ, എന്റെ അമ്മുമ്മയൊക്കെ നല്ല വിശ്വാസിയ, അല്ലെങ്കിൽ ആ പാരമ്പര്യം കൊണ്ടൊന്നും നടക്കത്തില്ല. ഒരു കിടക്ക് രണ്ടുപേര് കാണുന്ന ഒരാളെ കൈക്കൊള്ളും, മറ്റേയാളെ അവിടെ ഉപേക്ഷിച്ചു പോകുമെന്ന് പറയുന്ന, മറ്റവനെ ഉപേക്ഷിക്കും. അതാ 34-ാമത്തെ ഭാഗത്ത്. രണ്ടുപേർ ഒന്നിച്ച് കുടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അടുക്കളയില് നമ്മൾ സാക്ബേറിന് ആ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ടായിരിക്കും. അടുക്കളയിൽ രണ്ടുപേര് വേല ചെയ്യുന്നു, ഒരാള് ഭാര്യ, വേറൊരാള് വേലക്കാരത്തി. അപ്പം ഭാര്യയുടെ ആത്മാവില്, മണവാട്ടിയുടെ ആത്മാവില് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവൻ എടുക്കപ്പെടുന്നു. മറിച്ച് കൂലിക്ക് വേണ്ടി കർത്താവിന്റെ വേല ചെയ്യുന്നയാള് കൂലിക്ക് വേണ്ടി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവര് സുവിശേഷത്തിൽ നിന്ന് ഉപജീവിക്കാം എന്നൊക്കെയുള്ള അനുവാദമൊക്കെ ദൈവവചനത്തിലുണ്ട്. എന്നാൽ പണത്തിനായിട്ട് മാത്രം ഈ കാര്യങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവര് അവരവിടെ ഉപേക്ഷിക്കപ്പെടുന്നുള്ളൊരു അലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമായിട്ട് നമുക്കിതിനെ കാണാം. മറ്റവളെ ഉപേക്ഷിക്കും, രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പത്തേക്കും കർത്താവ് എവിടെ ഉപേക്ഷിച്ച് കളയുമെന്ന് ചോദിക്കുമ്പം ഈ ഉപേക്ഷിച്ച് കളയുന്നിടത്ത് വലിയൊരു സദ്യ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ സദ്യ ഭക്ഷിക്കാൻ വേണ്ടി കഴുകന്മാരെല്ലാം കൂടുമെന്ന കർത്താവ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ ലൂക്കോസിന് സുവിശേഷം വായിക്കുമ്പോൾ എന്ത് ഈ കർത്താവ് കഴുക്കൾ കൂടുന്ന കാര്യമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ഉപേക്ഷിക്കപ്പെടുന്നിടത്ത് കർത്താവിന്റെ വലിയ ന്യായവിധി. ഇപ്പൊ ജലപ്രളയം വന്ന് ന്യായവിധി വന്നു നോഹയുടെ കാലത്ത്, അല്ലെങ്കിൽ തീയും ഗന്ധകവും വീണ് ലോത്തിന്റെ കാലത്ത് ന്യായവിധി വന്നതുപോലെ കർത്താവിന്റെ വരവെങ്കില് ആ ന്യായവിധി ക്രോധകലശങ്ങളൊക്കെ ഭൂമിമേൽ ഒഴിക്കപ്പെടുമ്പം, വലിയ മരണങ്ങൾ സംഭവിക്കുമ്പോൾ കർത്താവിന്റെ നാവാകുന്ന വചനമാകുന്ന വാളുകൊണ്ട് അന്ന് ദൈവത്തിനെതിരായിട്ടുള്ളവരെല്ലാം സംഹരിക്കപ്പെടുമ്പോൾ അന്ന് വലിയൊരു രക്തക്കളവായിരിക്കും ഉണ്ടായിരിക്കുന്നേ. അവിടെ ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന് പറഞ്ഞു. ആ ഒരു റെഫറൻസ് നമ്മളിപ്പോ വെളിപാട് 19-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് കത്തുമല്ലോ. പിന്നെ നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകത്തിലും ഇതുപോലൊരു കാര്യം, എഹെസ്കേൽ 39-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ എസെക്കിയേല്, മലയാളത്തിൽ എഹെസ്കേൽ 39-ാം അധ്യായത്തിലെ റെഫറൻസ് നമ്മളിപ്പം കണ്ടു. 39-ാം അധ്യായത്തിന്റെ 17 മുതൽ എഹെസ്കേൽ 38-ാം അധ്യായത്തിലെ യുദ്ധത്തെ കുറിച്ചൊക്കെ നമ്മളിനി അടുത്ത വാക്യം വായിക്കുമ്പോൾ നമ്മൾ ആ റെഫറൻസ് നമ്മൾ കാണും. എഹെസ്കേൽ 39-ാം അധ്യായത്തില് ഗോഗിനെതിരായിട്ടുള്ള പ്രവചനത്തെ കുറിച്ചൊക്കെ നമ്മൾ അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 17 മുതൽ 21 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ എന്താ വായിക്കുന്നേ? എഹെസ്കേല് 39-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്. അപ്പം പക്ഷികൾ മാത്രമല്ല, കാട്ടുമൃഗങ്ങളും ഭക്ഷിക്കാൻ വേണ്ടി വന്നോളും. നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രയേൽ പർവ്വതങ്ങളിൽ, അതായത് ഈ അർമഗദോൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുക്കുവാൻ പോകുന്ന എന്റെ യാഗത്തിന് 4 പുറത്തു നിന്നും വന്നുകൂടുവിൻ. അവിടെ ഒരു വലിയൊരു സാക്രിഫൈസ് നടക്കുവാണ്, മനുഷ്യക്കുരുതി നടക്കുവാണ്. 18-ാമത്തെ വാക്യം, നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. വീരന്മാരുടെ മാംസം കഴിച്ചു, പ്രഭുക്കന്മാരുടെ രക്തം കുടിച്ചു. അവരൊക്കെയും
ബാശാനിലെ തടിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ അവരെ അതിനോടാണ് ദൈവം ഉപമിക്കുന്നത്. അപ്പം ആ ഒരു ദുഷ്ടരായിട്ടുള്ള ദൈവത്തിനെതിരായിട്ട് അതുപോലെ മത്സരിച്ച ആ ഒരു ജനങ്ങളെയാ കർത്താവ് ഇതുപോലെ വലിയൊരു ദൈവം നീതിമാനായ ദൈവമാണ്, ദൈവം കാരുണ്യവാനാണ്, സ്നേഹമാണ്, എന്നാൽ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയുമാണെന്ന് നമ്മൾ എബ്രായർ 12 അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള ഇതുപോലുള്ള ഈ മത്സരികളെ ദൈവം ഉപമിച്ചിരിക്കുന്നത് തടിച്ച ആട്ടുകൊറ്റന്മാരെ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഈ ക്രിസ്തീയ സന്ദേശമൊക്കെ അത് കർത്താവ് വലിയ സ്നേഹമല്ലേ, കർത്താവ് അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് ക്ഷമിച്ചോളൂ, അവസാനം എല്ലാവരെയും കർത്താവിനെ എങ്ങനെ എല്ലാവരും നരകത്തിൽ തള്ളാൻ പറ്റും, അതുകൊണ്ട് കർത്താവ് എല്ലാവരോടും ക്ഷമിച്ചോളൂ എന്നൊക്കെ ഒരു ലാഘവം മട്ടി പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ അവര് യഥാർത്ഥ ദൈവവചനം വായിച്ചിട്ടില്ലാത്തതുകൊണ്ടോ ഗ്രഹിച്ചിട്ടില്ലാത്തതുകൊണ്ടോ അതുപോലെ അവര് ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവില്ലാത്തതോ അജ്ഞരായിരിക്കുന്നത് കൊണ്ട് അവരങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ദൈവം നീതിമാനായ ന്യായമുള്ള ദൈവമാണ്. അപ്പൊ കർത്താവ് പാപത്തിന്റെ ശിക്ഷ അതുപോലെ കഠോരമായ ശിക്ഷയാണ്, നിത്യമായിട്ടുള്ള നരകാഗ്നി. എന്നാൽ കർത്താവ് തന്നെ നമ്മളോടുള്ള സ്നേഹം നിമിത്തം കർത്താവ് മനുഷ്യനായിട്ട് വന്ന് അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ് നിത്യ നരകാഗ്നി ക്രൂശിൽ ആ 3 നാഴിക നേരം കൊണ്ട് ചുവന്നൊഴിച്ച് കർത്താവ് ആ ക്രോധകലശം എല്ലാം കർത്താവിന്റെ മേല് പതിച്ചു, കർത്താവ് അതെല്ലാം സഹിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മളോട് മാനസാന്തരപ്പെടുവാൻ, നമ്മളുടെ സ്വന്തം വഴികൾ നടക്കാനല്ല, കർത്താവിന്റെ വചനത്തിലേക്ക് തിരിഞ്ഞ് കർത്താവിന്റെ വചനപ്രകാരം നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട്, മാനസാന്തരപ്പെടുവാനായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുക. എന്നാൽ നമ്മൾ അത് ആഹ്വാനം സ്വീകരിക്കരുത്. കർത്താവ് വലിയ സ്നേഹമുള്ള ദൈവമോ, കർത്താവ് വലിയ കരുണാർദ്രനാണ്, അതുകൊണ്ട് കർത്താവ് എന്നോട് അങ്ങ് ക്ഷമിച്ചോളൂ, ഞാൻ പിന്നെ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ അങ്ങ് കർത്താവെ പർദീസിൽ എന്നെ ഓർക്കണേന്ന് ആ ക്രൂശിലെ കള്ളനെ പോലെ അങ്ങ് പറഞ്ഞോളാം എന്നൊക്കെ കർത്താവിനെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു വൃഥാ ജൽപ്പനങ്ങളും ഒക്കെ ആയിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്നവർക്ക് ദൈവത്തിന്റെ വലിയ ന്യായവിധിയായിരിക്കും എന്ന് വരാൻ പോകുന്നത്. ഈ കർത്താവ് തന്നെ നരകത്തിന്റെ അഗ്നിയെക്കുറിച്ചും അവിടെയുള്ള പല്ലുകടിയെക്കുറിച്ചും അവിടെയുള്ള പുഴുക്കളെ കുറിച്ചും കെടാത്ത തീയെക്കുറിച്ചും പുഴുക്കളെ കുറിച്ചും ഒക്കെ കർത്താവ് വളരെ സീരിയസ് ആയിട്ടുള്ള ഗ്രേവ് വാർണിങ്സ്, അതുപോലെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കർത്താവ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ പലപ്പോഴും വചനമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഒന്നും എടുത്ത് പറയുന്നില്ല വേണ്ടവണ്ണം. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നത്. എന്നാൽ ദൈവം നീതിമാനായിട്ടുള്ള അവിടുന്ന് ന്യായവാനായിട്ടുള്ള ന്യായാധിപനാണ്. കർത്താവ് പാപത്തിനെതിരായിട്ടുള്ള ആ ഒരു ശിക്ഷ അത്ര കഠോരമായ ശിക്ഷയാണ്. എന്നാൽ കർത്താവിന് വലിയ കരുണ കൊണ്ട് നാം കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ച് നമ്മൾ ശിക്ഷ നമ്മളെ ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. പക്ഷെ ആ ഒഴിഞ്ഞു പോകാത്തവരെ സംബന്ധിച്ചോളം വീണ്ടും തങ്ങളുടെ വഴികളിൽ തന്നെ നടക്കുകയും ഈ ദൈവഭക്തി ഒരു ആദായസൂത്രമാക്കി ദൈവഭക്തിയുടെ മറവിൽ സ്വന്തം കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ മേലുള്ള ദൈവത്തിന്റെ വലിയ കഠിനമായിട്ടുള്ള ന്യായവിധിയാണ്. അപ്പൊ അവരെ ഈ ദൈവജനത്തെ എസ്പെഷ്യലി ആ അർമ്മഗദോൻ യുദ്ധത്തിലൊക്കെ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെയൊക്കെ ദൈവം അവരെ കുറിച്ച് പറയുന്ന ബാശാനിൽ തടിച്ച ആട്ടുകുറ്റന്മാരും എന്നൊക്കെയാണ് പറയുന്നത്. കുഞ്ഞാടുകളും കോലാട്ടുകുറ്റന്മാരും കാളകളും തന്നെ 18-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് പറയാം 19-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യെഹെസ്കേൽ 39-19 വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന ഈ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എന്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. അതായത് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയാ. ഈ അർമ്മഗദോൻ യുദ്ധത്തിന് ശേഷമാണ് കർത്താവ് 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ഭരിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് ആ 1000 വർഷക്കാലം സാത്താനെ ഒരു അഗാധ കൂപത്തില് ബന്ധിച്ചിരിക്കുകയായിരിക്കും. 1000 വർഷക്കാലത്തിന് ശേഷം 1000 വർഷക്കാലം ഭൂമിയിൽ കർത്താവിന്റെ ഏറ്റവും നീതിയും പൂർവ്വമായിട്ടുള്ള ഭരണത്തിന് ശേഷം ആ സാത്താനെ അഗാധ കൂപത്തിൽ നിന്ന് തുറന്നു വിടുമ്പം വീണ്ടും സാത്താന്റെ പിന്നാലെ പോകാൻ വേണ്ടി കുറെ ആൾക്കാർ കാണും. അതും കഴിഞ്ഞിട്ട് ഉള്ള ന്യായവിധിയും ആ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ വെള്ള സിംഹാസനത്തിന്റെ ഇതെന്നുള്ള വലിയ ന്യായവിധിയെ കുറിച്ച് വെളിപാട് 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അതിനുശേഷമാണ് 21-ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പൊ ഇപ്പം കാണാനിരിക്കുന്ന ഇപ്പോൾ ഉള്ള ഈ കാണുന്ന ഭൂമിയല്ല, അപ്പോഴേക്കും അഗ്നിക്കിരയായി കാണും. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയായിരിക്കും. ഇന്ന് അവിടെ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചലസിൽ ചെറിയൊരു അഗ്നി വന്നപ്പോൾ തന്നെ അത് എത്ര ഭയാനകമായ കാര്യങ്ങളാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ സകല ഭൂമിയും അഗ്നിക്കിരയാവുന്ന ഒരു നാള്, സകല ഭൂമി അഗ്നിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് കർത്താവിന്റെ
സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ ആകുമ്പം ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര ഭയഭക്തിയോടെ ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ അവിടെ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഇവിടെ 21-ാമത്തെ വാക്യം എഹെസ്കേൽ 39:21 ഞാൻ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നടത്തിയിരിക്കുന്ന എന്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച് എന്റെ കൈയും സകല ജാതികളും കാണും എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അന്ന് വലിയൊരു രക്തചൊരിച്ചിലും വലിയൊരു ദൈവത്തിന്റെ മഹാ അത്താഴത്തെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ 17 തിരിച്ച് നമ്മൾ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന് 17-18 വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയിപ്പം വെളിപാട് 19-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം ഇപ്പം ജേക്കബ് ബ്രദർ അതിന്റെ കറസ്പോണ്ടിങ് പോർഷന് വായിക്കൂ, അജിത് ബ്രദർ ഡിസ്പ്ലേ ചെയ്യൂ. വാക്യം 19. കുതിരപ്പുറത്ത് ഇരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. യെഹെസ്കേൽ 38:2 കർത്താവ് പറയുന്നു, രോഷ്, മേശക്, തുബാൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് എന്നിങ്ങനെയുള്ള ഈ പരാമർശം യൂറോപ്പിനെ കുറിച്ചാണ്. കാരണം നോഹയുടെ മകനായ യാഫേദിന്റെ പുത്രന്മാരായ മേശക്, തൂബൽ എന്നിവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണല്ലോ അവിടെ കുടിപാർക്കുന്നത്. ഉൽപ്പത്തി 10:2-4 വരെ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പ്രഭു ഈ രാജ്യങ്ങളെ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് നയിക്കുന്ന എതിർ ക്രിസ്തുവാണ്. ഈ സൈന്യത്തെ മുഴുവൻ കർത്താവ് നശിപ്പിക്കുന്നതോടെയാണ് ഒടുവിൽ ഈ യുദ്ധം അവസാനിക്കുന്നത്. 19-ാമത്തെ വാക്യം വെളിപാട് 19:19 നമ്മളിപ്പം വായിച്ചു കേട്ടെ. കുതിരപ്പുറത്തിരിക്കുന്നവനോട്, അതാരാ? യേശു കർത്താവാണ് കുതിരപ്പുറത്തിരിക്കുന്നതായിട്ട് നമ്മൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആ കുതിരപ്പുറത്ത് ഇരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും, അവന്റെ സൈന്യം എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ 144,000 പേര് കർത്താവിന്റെ കാന്തയായിട്ട് ജയാളികളായിട്ടുള്ള കർത്താവിന്റെ സൈന്യം. അപ്പം ഈ കർത്താവിനോടും കർത്താവിന്റെ കാന്തയോടും യുദ്ധം ചെയ്യുവാനായിട്ട് മൃഗവും ആരാ? ഇത് ക്രിസ്തുവും ഭൂരാജാക്കന്മാര്, ഇത് ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ഭൂമിയിലെ വലിയ വലിയ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ അവരുടെ സൈന്യങ്ങളും ഒക്കെ ഒന്നിച്ചു കൂടിയത് ഇവിടെ ഈ അർമഗദോനിൽ ഒന്നിച്ചു കൂടിയത്. അർമഗദോൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ എവിടെ കണ്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. 16-ാം അധ്യായത്തില്, അതിന്റെ 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു നമ്മൾ വായിക്കുന്നത്. അത് യെരുസലേമിന് 50 മൈൽ വടക്കായിട്ട്, യെരുസലേമിന് 50 മൈൽ വടക്കായിട്ടുള്ള ഒരു വലിയൊരു സ്ഥലമാണ് ഈ ഹർമഗദോൻ അല്ലെങ്കിൽ അർമഗദോൻ. ആ അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ക്രിസ്തു ബാക്കിയുള്ള ഭൂമിയിലെ വലിയ വലിയ സൈന്യാധിപന്മാരും രാജാക്കന്മാരും പ്രസിഡന്റുമാരും എല്ലാം കൂടെ അവരുടെ സൈന്യങ്ങളെ ആയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നു. അവർ ഇസ്രായേലിനെതിരെ മാത്രമല്ല, അവര് ഇവിടെ നമ്മൾ വായിച്ചു യേശുവിന്റെ കൂടെയുള്ള ജയാളികളായിട്ടുള്ള സൈന്യത്തിനെതിരെയും കൂടെ യുദ്ധം ചെയ്യാനായിട്ട് അവർ നിൽക്കുക. അപ്പം അവര് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ ഇപ്പം വായിച്ച, കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജകന്മാരും അവരുടെ സൈന്യവും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. അപ്പൊ ആ ഒന്നിച്ച് വന്നുകൂടിയതിനെ കുറിച്ച് ഉള്ള ഒരു റെഫറൻസ് നമ്മളിപ്പം അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ എഹെസ്കേൽ 38-ാം അധ്യായത്തില് അർമഗദോൻ യുദ്ധത്തിന്റെ ഒരു പ്രവചനം നമ്മളിവിടെ കാണുന്നുണ്ട്. എഹെസ്കേൽ 38-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം എടുക്കുവാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? അവിടെ ഗോഗിന് എതിരായിട്ടുള്ള ഒരു പ്രവചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 39-ാം അധ്യായത്തിലും ഗോഗിനെതിരായിട്ടുള്ള പ്രവചനമാണ്, 38-ാം അധ്യായത്തിലും ഗോഗിനെതിരായിട്ടുള്ള പ്രവചനമാണ്. അപ്പൊ അവിടെ എന്താ അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര, റോസ് മോസേക്ക് എന്നൊക്കെ പറയുന്ന റഷ്യ, മോസ്കോ എന്നുള്ള അതിന്റെയൊക്കെ ഉള്ള പഴയ പദങ്ങളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. റോസ്, മൊസേക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടതെന്നും പറയുന്നൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അത് യൂറോപ്പിനെ കുറിച്ച് അത് പറയുന്ന ഇപ്പം
അവിടെ റോസ്, മൊസൈക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായിട്ടുള്ള, അപ്പൊ ആ മൊസൈക്ക്, തൂബൽ എന്നുള്ളതിന്റെ റെഫറൻസ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പും അത് കണ്ടായിരുന്നു. ഇത് ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിമ്രോദിന്റെ കാര്യമൊക്കെ കാണുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് യാഫിയത്തിന്റെ പുത്രന്മാർ, അതായത് നോഹയുടെ പുത്രനായിട്ടുള്ള യാഫിയത്തിന്റെ പുത്രന്മാർ ഗോമേർ, മഗോഗ്, മദായി, യാവാൻ, തൂബൽ, മൊസേക്ക്, മേസെക്, തീരാസ് എന്നുള്ള ആ പദങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ മാഗോഗും മെസേക്കും തുബാലും ഒക്കെ നമ്മളവിടെ മോശയുടെ പുത്രന്മാര്, അത് അവരാണ് യൂറോപ്പില് ഇന്ന് ഉള്ള ജനം. മോശയുടെ പുത്രന്മാരായിട്ടുള്ള മാഗോഗും മെസേക്കും തൂബലും ഒക്കെയാണ്. അപ്പൊ അവിടെയുള്ള ജനത്തിനെതിരെയുള്ള ഒരു പ്രവചനത്തെ കുറിച്ചാണ് നമ്മളിവിടെ യെഹെസ്കേൽ 38-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അപ്പം ഇവരെല്ലാം അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രഭു എന്താ അവിടെ ഈ റോസ്, മെസേക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായിട്ട് മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ പ്രഭു എന്ന് പറയുന്നത് റോസ്, മെസേക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായിട്ട് ആ പ്രഭു ഇത് ക്രിസ്തുവിനെ കുറിക്കുന്നതാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സൈന്യത്തെ, എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ആ സൈന്യത്തെ മുഴുവനും കർത്താവ് നശിപ്പിക്കുന്നതോടാണ് ഈ അർമദോൻ യുദ്ധം അവസാനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ 20-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ് പിന്നെ നമ്മള് താഴോട്ട് നമ്മൾ കാണുന്നത്. അത് നമുക്ക് ദിവസമായിച്ച് അടുത്ത ആഴ്ച നമുക്ക് വായിക്കാം. അപ്പൊ അതിന് അവിടെ ഒരു ഇത് ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയൊക്കെ ന്യായവിധിയെ കുറിച്ചുള്ള കാര്യം നമ്മൾ തുടർന്ന് 19-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വളരെ ന്യായവിധിയെ കുറിച്ചൊക്കെ വളരെ ഭയാനകമായിട്ടുള്ള പോർഷൻസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മളോട് ഭയപ്പെടുകയോ പേടിക്കുകയൊന്നും വേണ്ട. എന്ന് നമ്മളെ എത്ര വലിയൊരു ദൈവത്തെയാണ് നമ്മൾ പിതാവെന്ന് വിളിക്കുന്നത്. ദൈവം എത്ര കാരുണ്യവാനാണ് നമ്മളോട്. ഇന്ന് ദൈവത്തെ മറുതലിക്കുന്നവരോട്, ദൈവത്തിന്റെ ആ കൃപാദാനത്തെ സ്വീകരിക്കാത്തവരോട് ദൈവം എത്ര കർക്കശത്തോടെ ഇടപെടുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിന്റെ ഈ താളുകളിലൊക്കെ നമ്മൾ വായിച്ചു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കരുണ എത്രമാത്രം നമ്മൾ വാല്യൂ ചെയ്യണം, എത്രമാത്രം നമ്മൾ വിലമതിക്കണം, കർത്താവിനെ നമ്മൾ എത്രയധികം സ്നേഹിക്കണം. കർത്താവിന്റെ ആ നീതി ക്രൂസില് കർത്താവ് ആ പാപത്തിന്റെ ശിക്ഷ നമുക്ക് വേണ്ടി ചുമന്നൊഴിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവെ അതിനായിട്ട് അവിടുന്ന് യാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളൊരു കാര്യം ചിന്തിച്ച് മാനസാന്തരത്തോടെ നമുക്ക് കർത്താവിലേക്ക് വരാം. നമ്മുടെ രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ അതിനെ അവഗണിക്കാതെ അതിനെ വാല്യൂ ചെയ്യുവാന്, അതിനെ വിലമതിക്കുവാന്, കർത്താവിന്റെ വചനത്തെ വിലമതിക്കുവാന്, കർത്താവിന്റെ വചനത്തിലെ മുന്നറിയിപ്പുകളെ അത് ഗൗരവമായിട്ട് എടുപ്പാൻ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദൈവമുമ്പാകെയുള്ളൊരു നുറുക്കവും മാനസാന്തരത്തോടെ നമുക്ക് കർത്താവിലേക്ക് വരാം, കർത്താവിലേക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുന്ന് എത്ര കർത്താവേ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് കർത്താവേ. എന്നാൽ ഞങ്ങളോട് എത്ര സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുന്ന അവിടുത്തെ ആ വലിയ ദേവനായിട്ട്, മനസ്സിലവനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് ചേർത്തണക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അങ്ങ് പറഞ്ഞു എൻ്റെ കർത്താവെ. അതെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം അവിടുത്തെ മേലെ ഞങ്ങൾ ഇട്ടു തരുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ, അവിടുത്തെ സ്നേഹത്താൽ നിറച്ചാട്ടെ. ഞങ്ങളെ പാപത്തെ ഗൗരവമായിട്ട് കാണാതെ സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവെ ഞങ്ങളുടെ ജീവിതം നയിച്ച നിമിഷങ്ങളും നാളുകളും ആഴ്ചകളും വർഷങ്ങളും ഒക്കെ കർത്താവെ മാനസാന്തരപ്പെടുവാനായിട്ട് ഞങ്ങളെ സമയം എടുക്കട്ടെ. കർത്താവെ, ഞങ്ങളെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ജീവിച്ചത് മതി കർത്താവെ. ഇനി അങ്ങേക്കായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കർത്താവെ അവിടുത്തെ ആ മഹത്വത്തിന് മുമ്പാകെ, തേജസ്സിന് മുമ്പാകെ നിൽപ്പാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് കർത്താവെ. എത്ര വലിയ ദൈവം, സർവ്വത്തെയും സൃഷ്ടിച്ച സർവശക്തനായ അതിഭയങ്കരനായ ദൈവം കർത്താവെ. എത്ര റെവറൻഷ്യൽ ഫിയർ കർത്താവെ, എത്ര ഭയഭക്തി ബഹുമാനത്തോടെ ഞങ്ങളെ അങ്ങേ ആരാധിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ എത്ര ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് പല കാര്യങ്ങളും അവിടുത്തെ കൃപയെ വ്യർത്ഥമായിട്ട് എണ്ണിപ്പോയിട്ടുണ്ട് കർത്താവെ. അവിടുത്തെ രക്തത്തെ ഞങ്ങൾ ഒരു ടാപ്പ് വാട്ടർ മാതിരി കോമൺ ആയിട്ട് കർത്താവെ വിലമതിക്കാതെ കർത്താവെ പാപത്തെ ഗൗരവമായിട്ട് കാണാതെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് കർത്താവെ ഞങ്ങളെല്ലാവരും കർത്താവെ ഒരു മാനസാന്തരത്തിന് ആത്മാവിലേക്ക് വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ക്രൂശിലെ ചൊരിഞ്ഞ രക്തത്തെ
വിലമതിക്കുവാന് അവിടുന്ന് എത്ര നൊന്തും നീറിയും പിടഞ്ഞുമാണ് കർത്താവെ ആ രക്തം ചൊരിഞ്ഞത് കർത്താവെ, ആ ചാട്ടവാറടിയെല്ലാം കൊണ്ട് കർത്താവെ ആ അവസാന ചങ്ക് തന്നെ പിളർന്ന് ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തിൽ രക്തവും തന്ന ആ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി കഴുകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കഴുകിയാട്ടെ കർത്താവ്. ഇവിടുന്ന് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം. ഞങ്ങളുടെ രാജാവായിട്ട്, കർത്താവായിട്ട്, ഞങ്ങളുടെ എല്ലാമായിട്ട് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നിയന്ത്രണത്തിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ചാവി ഏറ്റെടുത്താട്ടെ, ഡ്രൈവിംഗ് സീറ്റ് ഏറ്റെടുത്താട്ടെ, ഞങ്ങളെ നിയന്ത്രിതമായിട്ട് ഞങ്ങളുടെ യജമാനായിട്ട്, കർത്താവായിട്ട് അവിടുത്തെ കർത്താവെ അങ്ങേ ഞങ്ങൾ അവരോധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ നയിച്ചാട്ടെ. അവിടുന്നാണ് ഞങ്ങളുടെ ഇടയൻ. അവിടുത്തെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ഓരോ ചിന്തകളിലും മനോഭാവങ്ങളിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം കർത്താവ് അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. നൂർമീന് ഫലം കായ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതം ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് അവിടത്തേക്ക് ഞങ്ങൾ തരുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഇത്ര വലിയ രക്ഷയെ കർത്താവെ അധികം വിലമതിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. എന്നാൽ ആ രക്ഷയിലേക്ക് വരാത്തവരുടെ ആ ഒരു ന്യായവിധിയെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച്, ഞങ്ങളുടെ കൂടെ ഉള്ളവരെ കുറിച്ച് കർത്താവ്, ഇനി രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചൊരു ഭാരവും ഞങ്ങൾക്ക് തരണം. അനേകരെ കർത്താവെ അങ്ങ് കണ്ടുവച്ചിട്ടുള്ളവരെല്ലാം അവിടുന്ന് ചേർത്ത് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അങ്ങ് അനുഗ്രഹിച്ചാട്ട്, സഭയെ അങ്ങ് പണിതാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.